അപ്പോസ്തലന്മാർക്ക് കരുത്തോടെ നിൽക്കാൻ പറ്റിയ കാരണം എന്താണെന്നറിയാവോ? വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിന്റെ വേദനകൾ എത്രയോ നിസ്സാരമാണ്. ഈ വേദന നിസ്സാരമാകുന്നത് നമ്മുടെ റഫറൻസ് പോയിന്റ് നിത്യതയാകുമ്പോഴാണ്. നിത്യതയോട് നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ റഫർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇന്നിന്റെ വേദനകൾ, ഇന്നിന്റെ കുറവുകൾ, ഇന്നിന്റെ പോരായ്മകൾ, ഇന്നിന്റെ പരാജയങ്ങളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും കിട്ടിയതിനും കിട്ടാതെ പോയതിനും ലഭിച്ചതിനും ലഭിക്കാതെ പോയതിനും ഒക്കെ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം എൻ്റെ 2-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കാത്തവര് അവിടത്തെ കണ്ടെത്തുന്നു, അവിടത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ നിന്ന് തന്നെ വെളിപ്പെടുത്തുന്നു എന്ന വചനം പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാത്മാവിലേക്ക് ദൈവം തന്റെ കൃപ വർഷിക്കാൻ തുടങ്ങും. മദർ തെരേസ പറഞ്ഞില്ലേ, ദൈവത്തെ ആഗ്രഹിക്കുന്ന, ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു ആത്മാവിലേക്ക് ദൈവം വർഷിക്കുന്ന കൃപയുടെ അളവ് അളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാനോട്ട് മെഷർ, അളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു.